ഗ്രാമങ്ങളിൽ മാത്രമല്ല രാജ്യ തലസ്ഥാനത്തുമുണ്ട് ഏത് നിമിഷവും മനുഷ്യനെ ആക്രമിക്കാൻ തക്കം പാർത്തിരിക്കുന്ന ക്രൂരമൃഗങ്ങൾ. അതിലേക്ക് ക്യാമറ തിരിക്കുകയാണ് റൈഡിംഗ് റിപ്പോർട്ടേഴ്സ്. ബൽറാം നെടുങ്ങാടിയാണ് റൈഡിംഗ് സീറ്റിൽ. മനുഷ്യരും മൃഗങ്ങളുമായുള്ള സംഘർഷത്തിന് ചരിത്രാതീത കാലത്തോളം പഴക്കമുണ്ട്. എന്നാൽ സമീപകാലത്തായി അത്തരം സംഘർഷങ്ങളുടെ വാർത്തകൾ പെരുകുകയാണ്. ഗ്രാമങ്ങളിൽ വന്യജീവികളെങ്കിൽ ഗ്രാമനഗര വ്യത്യാസമില്ലാതെ തെരുവു നായ്ക്കൾ. രാജ്യതലസ്ഥാനമായ ഡൽഹിയിലും തെരുവു നായ്ക്കളുടെ ശല്യത്തിന് ഒട്ടും കുറവില്ല. രാജ്യതലസ്ഥാനത്തെ ശ്വാനവീരന്മാരുടെ പരാക്രമത്തിലേക്കാണ് ഈ യാത്ര. കഴിഞ്ഞ ഒരു വർഷത്തിൽ രാജ്യത്ത് 37 ലക്ഷത്തിലധികം നായ്ക്കളുടെ കടിയേറ്റ സംഭവങ്ങളും 54 പേവിഷബാധയേറ്റുള്ള മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ കണക്ക്. അത്രത്തോളം ഗുരുതരമാണ് ദേശീയ തലത്തിലെ സാഹചര്യം. തെരുവ് നായ്ക്കളുടെ കാര്യത്തിൽ രാജ്യത്ത് ഏറ്റവും മുന്നിലുള്ള നഗരങ്ങളിലൊന്നാണ് ഡൽഹി. മൃഗങ്ങളുടെ അവകാശങ്ങൾ ഉറപ്പാക്കുന്ന സംഘടനകളുടെ സൂക്ഷ്മമായ നിരീക്ഷണവും തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്ന സംഘടനകളുടെയും വ്യക്തികളുടെയും സാന്നിധ്യവുമാണ് ഡൽഹി തെരുവ് നായ്ക്കൾക്ക് സുരക്ഷിത താവളമാകുന്നത്. ഹൗസിംഗ് സൊസൈറ്റികളും പൊതുനിരത്തുകളും ഡൽഹിയിലെ തെരുവ് നായ്ക്കൾക്ക് ഒരുപോലെ പ്രിയപ്പെട്ട താവളങ്ങളാണ്. അടുത്തിടെ അന്താരാഷ്ട്ര പാരാലിമ്പിക്സ് മത്സരത്തിനെത്തിയ വിദേശ കോച്ചുകൾക്ക് പരിശീലന ട്രാക്കിൽ വെച്ച് പോലും തെരുവ് നായ്ക്കളുടെ കടിയേറ്റു. ഇതാണ് ഡൽഹിയിലെ ജന്തർ മന്ദർ റോഡ്, രാജ്യതലസ്ഥാനത്തെ സമര തലസ്ഥാനം. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പാർലമെന്റ് വളയിലടക്കമുള്ള സമരപരിപാടികൾക്ക് എത്തുന്നവർ ഇവിടെയാണ് സമരമിരിക്കാറുള്ളത്. ഡൽഹിയിലെ കേരള ഹൗസും സ്ഥിതി ചെയ്യുന്നത് ഈ റോഡിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ മലയാളികളും മിക്കപ്പോഴും ഈ റോഡിലെത്താറുണ്ട്. എന്നാൽ ഈ റോഡിലെ 200 മീറ്റർ ദൂരത്ത് 50-ലേറെ തെരുവുനായ്ക്കളെ ഏത് സമയവും കാണാൻ കഴിയും. അത്രത്തോളമുണ്ട് ഡൽഹിയിലെ തെരുവുനായ് ശല്യം. നേരം ഇരുളുന്നതോടെ തെരുവ് നായ്ക്കൾ നിരത്തുകളുടെ ആധിപത്യം കൈക്കലാക്കും. കാൽനടയാത്രക്കാർക്കും ഇരുചക്രവാഹനങ്ങൾക്കും ഒരുപോലെ ഭീഷണി. തക്കം കിട്ടിയാൽ കാറുകൾ പോലും വെറുതെ വിടാൻ ഡൽഹിയിലെ തെരുവ് നായ്ക്കൾ തയ്യാറല്ല. ഇതാണ് വിതൽഭായ് പട്ടേൽ ഹൗസ് അഥവാ VP ഹൗസ്. നമ്മുടെ MP-മാർക്ക് അനുവദിച്ചിരിക്കുന്ന ഔദ്യോഗിക വസതികളിൽ ഒന്നാണ് ഈ കെട്ടിടം. നിരവധി MP-മാർ ഇപ്പോഴും ഇവിടെ താമസമുണ്ട്. നമ്മുടെ പാർലമെന്റ് കെട്ടിടത്തിൽ നിന്നും നോക്കെത്തും ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു കെട്ടിടത്തിലാണ് ഓരോ മാസവും ഏറ്റവും കൂടുതൽ തെരുവുനായ്ക്കളുടെ കടികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. തെരുവുനായ്ക്കൾ മാത്രമല്ല ഇവിടുത്തെ പ്രശ്നം, മറിച്ച് കുരങ്ങുകളുടെ വലിയ ശല്യവുമുണ്ട് ഇവിടെ. हाँ जी, यहाँ पे कुत्ता भी आता है जी और बंदर भी आता है। यहाँ पे परेशानी ये है जी कि जो रहते हैं बंदा, जो आने जाने वाला है उसको तो मतलब जो रहने वाले बंदा को होता है ना, उसको तो परेशानी नहीं होती। जो बाहर से बंदा है तो डरता ही रहता है। कार तो उतारे भगाते हैं, फिर यहाँ से स्टाफ जाते हैं, डंडा लेके फिर हटाते हैं उसको। यहाँ से कोई जाते ही नहीं है। कोई बंदर इधर जो रखा हुआ है, लेकिन वो चला जाता है लेके, उसके बाद फिर जब उधर से हड़काते हैं तो इधर आ जाता है, इधर से हड़काते है उधर चला जाता है। बंदर तो काटने की कोशिश करता है, लेकिन बंदर चला जाता है डंडा लेके, तो भाग जाता है वो। MP-മാരെ കാണാനെത്തുന്നവർ, ജീവനക്കാർ, കുഞ്ഞുങ്ങളടക്കം നിരവധി പേർ തെരുവുനായ്ക്കളുടെയും കുരങ്ങന്മാരുടെയും ആക്രമണത്തിന് ഇവിടെ ഇരയായിട്ടുണ്ട്. ഡൽഹിയിലെ സാഹചര്യങ്ങളുടെ ഗൗരവവും കണക്കിലെടുത്താണ് ഓഗസ്റ്റ് 11 കടുത്ത ഉത്തരവ് സുപ്രീം കോടതിയിൽ നിന്നുമുണ്ടായത്. ഡൽഹിയിലെ എല്ലാ തെരുവുനായ്ക്കളെയും ഉടൻ നീക്കം ചെയ്യണമെന്നും ഇതിനായി പ്രത്യേക സംഘത്തെ നിയോഗിക്കണമെന്നും
കോടതി ഉത്തരവിട്ടു. പ്രായോഗിക പ്രശ്നങ്ങൾക്കൊപ്പം മൃഗസ്നേഹികളുടെ പ്രതിഷേധങ്ങൾ കൂടിയായതോടെ വിഷയം സുപ്രീം കോടതിയുടെ വിശാല ബെഞ്ച് ഏറ്റെടുക്കുകയായിരുന്നു. തെരുവ് നായ്ക്കളെ കൂട്ടത്തോടെ കൊന്നൊടുക്കണമെന്നോ സമൂഹത്തിൽ നിന്നും തുടച്ചു നീക്കണമെന്നോ അഭിപ്രായം ആർക്കുമില്ല. ജീവിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്, മനുഷ്യർക്കും. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും കടിയേൽക്കുന്ന സാഹചര്യം ഇല്ലാതാകണം. എല്ലാവർക്കും ആരോഗ്യത്തോടെ ഭയമില്ലാതെ ജീവിക്കാൻ അവസരമുണ്ടാകണം. ആ അവസരം ഒരുക്കേണ്ട ഉത്തരവാദിത്തം ഭരണകൂടത്തിനുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.